ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിൽ എത്തലിട്ടിരുന്ന സ്റ്റോറിയുടെ നമ്മുടെ സഫോറായിട്ടാണ് സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ്. ഫസ്റ്റ് പാർട്ട് കേട്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കേട്ടിട്ട് വേണം തുടർന്നുള്ള ഈ ഭാഗം കേൾക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. അത്തറിന്റെ പരിമളം നിറഞ്ഞു നിന്ന ആ മുറിയിൽ 14-ാം രാവിന്റെ നിലാവ് പോലെ വെട്ടിത്തിളങ്ങി നിന്നിരുന്നു മൊഞ്ചത്തിയോടിയായ സഫൂറായിത്ത. ഇത്തയുടെ മുഖത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ കണ്ണുകൾ കത്തിയൊരു തിളക്കം. ഇത്ത, എന്റെ സഫൂറ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെ. താജുവിനെ കാണാനല്ല ഞാൻ ഇവിടെ വന്നിരുന്നത്, ഇത്താനെ കാണാനായിരുന്നു. മനോഷേ, ഇത്താക്കറിയില്ലായിരുന്നു മോൻ ഇത്ര മിടുക്കനാണെന്ന്. ഇത്ത, താജു പൊട്ടനാണ്, ആ കിഴങ്ങൻ അറിയില്ല. അവന്റെ ഇങ്ങനെയൊരു അവസരം ഉണ്ടാവാൻ കാരണം അവനാണെന്ന്. മനോജെ, വേണ്ടട, അവനെ അങ്ങനെയൊന്നും പറയില്ലേ. എന്ത് പറഞ്ഞാലും എന്റെ മോനല്ലേ. ഇത്താക്കപ്പോ എന്നെ ഇഷ്ടമല്ലേ? എടാ, ഇഷ്ടമാണ് ഒരുപാട്. എന്നാ പറ, താജുവും ഇക്കയും ഭൂലോക കിരണന്മാരാണ്, ഞാൻ മനോജിന്റെ പെണ്ണാണെന്ന്. മനോജ്, എന്റെ ഇക്കയും താജുമോനും കിരണന്മാരാണ്, ഞാൻ നിന്റെ പെണ്ണാടാ. അങ്ങനെ ഓരോന്നും പറയിപ്പിച്ചു. പഞ്ചാര വാക്കുകൾ പറഞ്ഞും ഞാൻ ഇത്താനെ എന്റേതാക്കി എടുത്തുകൊണ്ടിരുന്നു. ഇത്ത, ആ മണ്ടൻ ഷെരീഫിക്കാനെ വേണോ ഇനി? വേണ്ട മനോജ്, എനിക്ക് നീ മതി. സ്വർഗത്തിലെത്തിയ സന്തോഷമായിരുന്നു ഇത്താടെ മുഖത്ത് കണ്ടത്. കുറെ നേരം കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി വന്ന ഇത്ത ഷെരീഫിക്ക ഇത്തവണ കൊണ്ടുവന്ന് അവർ ഒരുമിച്ച് പോകുമ്പോൾ ഉടുത്തിരുന്ന പർദ്ദ എടുത്തണിഞ്ഞ് എന്റെ അടുത്തിരുന്നു. സഫൂറ, ഇത്ത, ഇമ്മി എന്റെ ബീവി എന്ന് പറഞ്ഞ് ഞാൻ ചിരിച്ചു. സഫൂറ, എന്നോട് ദേഷ്യമുണ്ടോ? ചെറിയ പുഞ്ചിരി നൽകിക്കൊണ്ട് ഇത്ത പറഞ്ഞു, ഇല്ല. ഇനി ഇത്താക്ക് ഞാൻ എന്നും കൂട്ടിനുണ്ടാവും ഇതുപോലെ. വായിത്ത, അവരെ കൂട്ടി ഞാൻ കഥകൾ തുറന്നു. ഹാളിൽ ഇരിക്കുന്ന മഞ്ജു ചേച്ചി ഞങ്ങളെ കണ്ടു. എന്താ ഇപ്പോ കല്യാണം കഴിഞ്ഞവരെ പോലെ ഇത്ര നേരമായി രണ്ടു കൂടി റൂമിൽ? എന്താ, എന്നൊരു ദിവസം മാത്രമാണോ അതോ എന്നും വേണ്ടി വരുമോ? അതിന് മനോജാണ് മറുപടി പറഞ്ഞത്. ഇത്താക്കിനി എന്നും ഞാൻ കൂടെ വേണമെന്നാ പറയുന്നത്. ആണോ ഇത്ത? ഇത്ത, ഇവൾ ആളൊരു പുലിയ. ഇത്ത കഥ അറിയൂ? ഇത്ത പറഞ്ഞു, പതുക്കെ പറയരാ, സാബിറ കേട്ടുണർന്നു വരും. മനോജ്, ചേച്ചി, ഇത്താക്ക് ഒന്ന് നിങ്ങൾ അടവ് കാണിച്ചു കൊടുക്ക്. ചേച്ചി അകത്തേക്ക് വന്ന്, ഇത്ത വേണോ? മഞ്ജു ചേച്ചി സഫൂറ ഇത്താടെ അടുത്തേക്ക് വന്നു ചേച്ചിയുടെ ചില പൊടി കൈകൾ കാണിച്ചു കൊടുത്തു. മഞ്ജു, എന്താ സഫൂറ, ഇപ്പൊ നിന്റെ വിഷമം മാറിയോ? ഇനി നിന്റെ കിളമ ഷെരീഫിനോട് പോകാൻ പറ. മോളെ, നീ ഇന്നിവിടെ കിടന്നോ? എന്തോ ഇത്താക്ക് പറ്റാഞ്ഞിട്ടാണ്. ഞാൻ കിടക്കാം, പകരം നീ എന്റെ സാരിയും ബ്ലൗസും ധരിക്കണം. മനോജ് പറഞ്ഞിട്ടാണ്. അവൻ അങ്ങനെ കാണാനൊരു പൂതി. അത് വേണോ? വേറെ ആരെയും കാണിക്കരുത്. ഇല്ലയിത്ത. ചേച്ചി കൊടുത്ത ഒരു സാരിയും ബ്ലൗസും കൊടുത്തു വന്ന ഇത്താനെ കണ്ടു ചേച്ചി. ശരിക്കും നിങ്ങൾക്ക് ഈ വേഷമാണ് കൂടുതൽ ചേരുന്നത്. തന്റെ നെറ്റിയിലുള്ള പൊട്ടെടുത്ത് അത് ഇത്താന്റെ നെറ്റിയിൽ വെച്ചു കൊടുത്ത് ഇത്താനെ മിററിന്റെ മുന്നേ കൊണ്ടുപോയി. നോക്ക്, ഇപ്പൊ കണ്ടായത് സഫൂറാണെന്ന് പറയില്ല, വന്ന നായർ കുടുംബത്തിൽ ജനിച്ച പെണ്ണെന്നേ പറയൂ. സഫൂറാക്ക് അവരുടെ സൗന്ദര്യത്തെ ആദ്യമായി അത്ഭുതം തോന്നി. ശരിയായവർ പറഞ്ഞത്. ഇപ്പൊ ശരിക്കും ഞാൻ മനോജിന്റെ പെണ്ണായി. എല്ലാം മറന്ന് സഫൂറ സ്വയം പറഞ്ഞു. അങ്ങനെ കുറച്ചു ദിവസം മുമ്പ് ഞാനും മഞ്ജു ചേച്ചിയും ചേർന്ന് സഫൂറ ഇത്താനെ ഞങ്ങളുടെ വഴിക്ക് പാകപ്പെടുത്തിയെടുത്തു. ഭർത്താവിനോടും മകനോടും അല്പം പോലും സ്നേഹമില്ലാതെ മനോജിന്റെ പെണ്ണായി ജീവിക്കാൻ കുറിച്ച് അവരെന്തിനും തയ്യാറായി. ഞാനും ഹാപ്പി, മഞ്ജു ചേച്ചിയും ഹാപ്പി, ഓന്റെ ഉമ്മ ഡബിൾ ഹാപ്പി. 2 ദിവസം കഴിഞ്ഞ് ക്ലബിൽ കാരംസ് കളിക്കുമ്പോഴാണ് താജുവിന്റെ ഫോൺ വരുന്നത്. ഞാൻ കോൾ എടുത്തു. ഹലോ, പറയടാ, നീ ഫ്രീ ആണോ?
എന്താടാ കാര്യം? നീ അവിടെ ഒന്ന് അവളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വരാമോ മനോജെ? എപ്പോഴാ? ഇപ്പൊ പറ്റിയ അത്രയും നല്ലത്. ശരിയടാ, നീ വെച്ചോ, ഞാനിപ്പോ തന്നെ പോയേക്കാം. താജുവിന്റെ വീട്ടിൽ പോയി കാറെടുത്ത് സാബിറാനെ കൂട്ടി ഞാൻ അവളുടെ വീട്ടിലേക്ക് കാത്തിരിച്ചു. കുറച്ചു മുന്നോട്ട് പോയപ്പോ സാബിറ പറഞ്ഞു, മനോജ്, നീ ചെയ്യുന്നതൊന്നും ശരിയെന്ന് കേട്ടോ. എന്താ സാബിറ? മനസ്സിലായില്ല. താഴെ എന്തൊക്കെയാ പരിപാടി എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ അത്ര പൊട്ടിയൊന്നുമല്ല. ഇത് കേട്ട ഞാൻ ഒന്ന് പതറി. അത് പിന്നെ അവർക്കൊരാഗ്രഹം പറഞ്ഞപ്പോ അറിയാതെ പറ്റിപ്പോയി. നീ ഇനി ആരോടും പറഞ്ഞ് പ്രശ്നമുണ്ടാക്കരുത്. ഇനി ഒന്നിനും ഞാനില്ല. അവനെല്ലാം മനസ്സിലാക്കിയെന്ന് മനസ്സിലായി ഞെട്ടൽ എനിക്കുണ്ടായിരുന്നു. നീ ഇങ്ങനെയാണെന്നറിഞ്ഞ പിന്നെ ഇക്ക നിന്റെ കൂടെ എന്നെ വിടില്ല. സാബിറ വീടെത്തി. എന്നെ നോക്കിയിരിക്കുന്ന അവളെ നോക്കി ഞാൻ പറഞ്ഞു, നീ കയറിയിരിക്കെ, നമുക്ക് പെട്ടെന്ന് പോകാം. ഒരമണിക്കൂർ കഴിഞ്ഞ് സാബിറ വന്നു. പോകാം മനോജ്. കാറെടുത്ത് താജുവിന്റെ വീട്ടിലേക്ക് പോകുമ്പോ അവൾ പറഞ്ഞു, എടാ, നീ ഫാൻസി സ്റ്റോറിന്റെ മുന്നിൽ നിർത്ത്, എനിക്കൊരു സാധനം വാങ്ങാനാണ്. ഞാൻ ഫാൻസി കടയിൽ കയറി സാധനം വാങ്ങി. സാബിറ കാറിന്റെ അടുത്തേക്ക് വന്നു. മനോജെ, വാ, നമുക്ക് വെള്ളം എന്തെങ്കിലും കുടിക്കാം. ഫേമസ് കോൾ ബാറിൽ കയറി ഫാമിലി റൂമിൽ കയറി വെള്ളം ഓർഡർ ചെയ്ത് ആരുമില്ലാത്ത അതിൻ്റെ അകത്തിരിക്കുമ്പോ സാബിറ എന്നെ ഒരു കണ്ടിട്ട് നോക്കി. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊക്കെ പ്രായമായ പെണ്ണുങ്ങളെ മതി അല്ലേ മനോജെ? അത് എനിക്ക് തോന്നുന്നതാ. അതിന്റെ അലങ്കരിക്ക് കിട്ടിയാലും ആരും വേണ്ടെന്ന് വെക്കില്ല. എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല. ഞാൻ ധൈര്യം സംഭരിച്ച് ചോദിച്ചു, എന്തിനാ സാബിറ നീ വളഞ്ഞ് മൂക്ക് പിടിക്കുന്നേ? നിനക്ക് എന്തേലും പൂതിയൊന്നേ അത് പറ, നീ ഒറ്റയ്ക്കല്ലേ? സാബിറ ഒന്ന് ചമ്മി. എടാ, അത് ഞാൻ കിണന്നുള്ളേണ്ട. എനിക്ക് മനസ്സിലായി. ഞാൻ അവളിരിക്കുന്ന സൈഡിലേക്ക് ചെന്ന് അടുത്തിരുന്നു. എടാ, ആരെങ്കിലും കാണും, ക്യാമറയുണ്ട്. അത് ഇങ്ങോട്ട് കാണില്ല പെണ്ണെ. വേണ്ടടാ. എന്നാ വെള്ളം കുടിച്ചിട്ട് വേഗം പോകാം. ഓർഡർ ചെയ്ത ആപ്പിൾ ജ്യൂസ് കുടിച്ച് ഞാനും സാബിറയും പുറത്തിറങ്ങി. പിറകിലെ ഡോർ തുറന്ന് കാറിൽ കയറാൻ നിന്ന് അവളെ തടഞ്ഞ് ഞാൻ മുന്നിലിരുത്തി. എടാ, നീ എന്ത് പണിയാ കാണിച്ചത്? ആരെങ്കിലും കണ്ട എന്താ വിചാരിക്കുക? ആളുകൾ പോകാൻ പറ. താജു ഒന്നും പറയില്ല. അവനെ പറഞ്ഞ് മനസ്സിലാക്കാനേ ഉള്ളൂ. ഇക്കറിയില്ലല്ലോ നീ ചെയ്യുന്നതൊന്നും. എടി, ഇവിടെ എന്റെ കൂട്ടുകാരന്റെ വീടുണ്ട്, അങ്ങോട്ട് പോയാലോ? ആരും അറിയില്ല. മനോജെ, നീ വേഗം അവന്റെ വീട്ടിലേക്ക് ഇരിട്ടെ. സഫൂറായിട്ട് ഒന്നും പറയില്ല. ആർക്ക് സംശയം വരാതെ ഞാൻ നോക്കിക്കോളാം. നീ വല്ലാത്ത പഹയൻ തന്നെ. നിന്റെ പൂതി മനസ്സിലിരിക്കത്തേയുള്ളൂ. എന്റെ താജുഖാനെ വഞ്ചിച്ചിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല. ഇതിലൊക്കെ എന്ത് ചതിയെന്നാ നീ പറയണേ? അതോ പേടിയാണോ? എന്നാ പേടിയുണ്ടോ? അതെ, എനിക്ക് ദൈവത്തെ പേടിയാണ്. ഇതൊക്കെ ദൈവത്തിന് നിരക്കാത്തതാണ്. ഓഹോ, എന്നാ നിന്റെ തത്വം മുറുകെ പിടിച്ച് നീ ജീവിച്ചോ. എന്തേലും ആവശ്യം തോന്നുമ്പോ നീ എന്നെ ഓർത്താ മതി. അതിനവൾ മിണ്ടാതെ കാറിലിരുന്നു. ഞാൻ മനസ്സിൽ ചിരിച്ചു. പെണ്ണിന്റെ മനസ്സ് എന്തിനോ ഒക്കെ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്തോ എവിടെയോ ഒരു വൈകല്യം. ഇവൻ എന്റെ കയ്യിൽ തന്നെ വന്നു ചേരും. അല്ലാണ്ട് എവിടെ പോകാനാ? വരട്ടെ, ഇപ്പൊ സമയമായിട്ടില്ല. ശരി സാബിറ, നീ കണ്ടതൊന്നും ആരോടും പറയാതിരുന്നാ മതി. അവൻ ഒന്നെന്നെ മൂടി. ഞങ്ങൾ വീട്ടിലെത്തി. സഫൂറായിട്ട റൂമിൽ കിടക്കുന്നത് കൊണ്ട് സാബിറ വന്നതും റൂമിൽ പോയതും കണ്ടില്ല. അന്ന് രാത്രി സാബിറ താഴേക്ക് വന്നില്ല. അവൾ തലവേദനയെന്ന് കള്ളം പറഞ്ഞു കിടന്നു. അത് ഞങ്ങളുടെ കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കി തരുന്നത് പോലെ എനിക്ക് തോന്നി. മരുമോൾ താഴേക്ക് വരുന്നില്ല എന്ന് മനസ്സിലാക്കിയ സഫൂറ എന്നെ നേരത്തെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ഇത്താക്ക് വേണ്ടി ഞാൻ വാങ്ങിയ മോഡേൺ ഡ്രസ്സ് കൊടുത്ത് അതൊടുത്ത് വരാൻ പറഞ്ഞു.
കാറിൽ നിന്നപ്പോൾ എടുത്ത് ഡ്രസ്സ് നോക്കിയിട്ട. എടാ, ഇത് ഉടുക്കണോ? ഇതുപോലുള്ള ഡ്രസ്സ് ഞാൻ ഉടുക്കാറില്ല. ഇത്ത, എനിക്ക് വേണ്ടി പ്ലീസ്. ഇത്താനെ ഞാൻ പലതോടുത്ത് മാത്രം കണ്ടിട്ടുള്ളൂ. മോഡേൺ വസ്ത്രം ഉടുത്ത ഇത്താക്ക് ഇതിലേറെ ഭംഗി ഓടും. മഞ്ജു പിന്താന്നി. ശരിയായിത്ത, ഈ പലത്തെയൊക്കെ ഒന്ന് ബോഡി ഷേപ്പാക്കിയെടുക്കണം. അതിന് തന്നെ ഇക്കാന്റെ കുടുംബക്കാർ എന്തായി പ്രശ്നമാണ്, പിന്നെ ഇക്ക അറിയും. മനോജ്. ചീച്ചി, ഇത്ത അമ്മനെയൊക്കെ പറയും. നിങ്ങൾ ആ പലത്തെയൊക്കെ ഒന്ന് ഷേപ്പാക്ക്. പിന്നെ നാളെ കടയിൽ പോയി കുറച്ച് മോഡേൺ ആയ ഡ്രസ്സ് എടുക്ക്, കുറച്ച് നൈറ്റ് ഡ്രസ്സും. മഞ്ജു. അത് കലക്കും മനോജെ, ആ കാര്യം ഞാൻ ഏറ്റു. എന്റെ നിർബന്ധം കൊണ്ട് മാക്സി മാറി ഞാൻ കൊണ്ടുവന്ന മോഡേൺ ഡ്രസ്സ് എടുത്ത് ഇത്ത നമ്മളുടെ അടുത്തേക്ക് മരിച്ചു പതുക്കെ വന്നു. മഞ്ജു വാ തുറന്നു പോയി. യൂസ് ഉള്ള പലത മാത്രം ഇട്ട് കണ്ടിട്ടുള്ള ഇത്ത ഇപ്പൊ കാണാൻ വേറെ ലെവൽ. മഞ്ജു ചേച്ചീനെ നോക്കി ഞാൻ ചിരിച്ചു. ചേച്ചി, ഇത്ത നമ്മുടെ വഴിക്ക് വന്നെന്ന് സിഗ്നൽ തന്നു. താഴെ ഹാളിൽ നിന്ന് ഞങ്ങളുടെ ശബ്ദവും ചിരികളുമൊക്കെ മുകളിലുള്ള സാബിറാന്റെ കാതിലേക്ക് അടിച്ചു കയറി. കിടന്നിട്ടുറക്കം വരാതെ സാബിറ എല്ലാം കണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നു. മരുമോളുടെ മുങ്ങി പിടിക്കപ്പെട്ട ഇത്ത നിൽക്കുമ്പോ സാബിറ പറഞ്ഞു, ഉമ്മ, കുറച്ച് ദിവസമായി ഞാൻ കാണുന്നു. ഇനിയും എനിക്ക് വയ്യ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. മോളെ പറ്റിപ്പോയി. താജു ഉപ്പയും ഒന്നും അറിയരുത്. മോളുടെ കാല് പിടിക്കാൻ. മകന്റെ കൂട്ടുകാരനെ വിളിച്ചു വരുത്തി എല്ലാത്തിനും നിന്നിട്ട് ഇപ്പൊ കാല് പിടിച്ചിട്ടെന്തിനാ? പാവം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ നിങ്ങൾ. മഞ്ജു. മോളെ, ഇത്താനെ ഇങ്ങനെ ആക്കിയത് ഈ പറയുന്ന ഒപ്പയാ. ഒരു പെണ്ണിന് പണം മാത്രമല്ല ജീവിതത്തിൽ വേണ്ടത്, സ്നേഹം വേണം, കൂടെ ഉണ്ടെന്ന് തോന്നലെങ്കിലും വേണം. ഇല്ലെങ്കിൽ അതൊക്കെ കിട്ടുന്നവരുടെ അടുത്തേക്ക് പോകും. ഇത്ത, മോൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. ഈ കാര്യം ആരും അറിയരുത് പ്ലീസ്. ഉമ്മാന്റെ അപേക്ഷയാണ്. മഞ്ജു. ഇത്ത, അവൾ ആരോടും പറയില്ല. അവളും ഒരു പെണ്ണല്ലേ. സാബിറ കാര്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം പറഞ്ഞപ്പേ. എന്താ ചേച്ചി? അടുത്ത ആഴ്ച മനോജ് ഇത്താനെ താഴെ കെട്ടാൻ പോവുക. അവർ തമ്മിൽ ഇഷ്ടത്തിലാണ്. കാര്യം മനോജും ഉമ്മയും തമ്മിലുള്ള ചുറ്റിക്കളി നേരത്തെ അറിയാമെങ്കിലും അത് പ്രശ്നമാക്കാതെ ഇരുന്നത് കൂടെ തനിക്കും ആരും അറിയാതെ പിന്നീട് എപ്പോഴെങ്കിലും പോറ്റി തീർക്കാമല്ലോ എന്ന് കരുതിയാണ്. പക്ഷേ ഇത് കൈവിട്ട് കളിയാണെന്നറിഞ്ഞ നിമിഷം സാബിറ ചോദിച്ചു, ഉമ്മ എന്താ ശരിയാണോ കേട്ടത്? സോറി മോളെ, ഉമ്മാക്ക് ഇങ്ങനെ ജീവിക്കാൻ വയ്യ. മനോജിന്റെ കൂടെ കൂടിയതിനു ശേഷമാണ് ജീവിതം എന്താണെന്നറിഞ്ഞത്. സാബിറ. മോന്റെ കൂട്ടുകാരനാണിവൻ, അത് മറന്നോ നിങ്ങൾ? സബൂറ. അറിയാം മോളെ, ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നറിയാം. എന്നാലും എനിക്കിനിയൊന്ന കാലം മനോജിന്റെ കൂടെ ജീവിച്ചാൽ മതി. ചീച്ചി സാബിറാന്റെ അടുത്തേക്ക് ചെന്ന് ചെവിയിൽ മെല്ലെ പറഞ്ഞു, മോളെ, കൂടുതൽ എതിർത്ത് നിൽക്കാതെ ഞങ്ങളോടൊപ്പം നിന്ന നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നീ ഇന്ന് വീട്ടിൽ പോയി വരുമ്പോഴുണ്ടായതെല്ലാം നിന്റെ കെട്ടിയോനറിയും. കണ്ണു തള്ളി ചേച്ചിയെ നോക്കി അവർ പറഞ്ഞ കാര്യം കേട്ട് പിന്നെ എന്റെ നേരെ നോക്കി സാബിറ ചതിയിൽ വീണെന്ന് മനസ്സിലാക്കി. മനോജ്. എന്താ സാബിറ, നിനക്ക് പ്രശ്നമുണ്ടോ ഞാൻ ഇത്താനെ കല്യാണം കഴിക്കുന്നതിന്? ഒന്നും പറയാതെ ചേച്ചി പറഞ്ഞ കാര്യം കേട്ട് ഷോക്കിൽ നിൽക്കുന്ന അവളോട് വീണ്ടും ചോദിച്ചപ്പോൾ അവൾ സ്വപ്നത്തിൽ എന്ന പോലെ മൂളി. മഞ്ജു. ഒന്ന് വാ തുറന്ന് പറ. സാബിറ. എനിക്ക് പ്രശ്നമില്ല ചേച്ചി. ഇത്താന്റെ മുഖത്ത് പുഞ്ചിരി തൂക്കി. എനിക്കറിയാം ആര് മോളുമ്മാനെ മനസ്സിലാകും. നമുക്കിത് നാളെ സംസാരിക്കാം. സമയം ഒത്തിരിയായി, ഒന്ന് കിടക്കട്ടെ. ഇത്ത റൂമിലേക്ക് പോയതും എന്റെ അടുത്തേക്ക് വന്നു സാബിറ. എടാ, നീ ഇങ്ങനെ ചതിക്കുമെന്നറിഞ്ഞില്ല. നിന്റെ മനസ്സിൽ ഇങ്ങനെയൊരു ഉദ്ദേശമുണ്ടെന്നറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. ഇതിലെന്താ ചതി? പരസ്പരം ഇഷ്ടമുള്ളവർ ഒന്നിക്കുന്നു, കല്യാണം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. സാബിറ ഒന്നും മിണ്ടിയില്ല.
ഞാൻ ചോദിച്ചു, എന്താ സാബർ ആലോചിക്കുന്നത്? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? മനോജ്, എനിക്കുറങ്ങണം. അതും പറഞ്ഞ് സാബിറ റൂമിലേക്ക് പോയി. ഞാനും ചേച്ചിയും അത് കണ്ട് ചിരിച്ചു. അന്ന് രാത്രിയോടെ ഇത്തയെ കാണാൻ ഞാൻ രാവും പകലും അവിടെ പോകാൻ തുടങ്ങി. പല തവണ ഞാൻ വിയർത്ത് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് സാബിറ കാണാൻ തുടങ്ങി. സാബിറയും മൂപ്പിക്കൽ കൂടിയായിരുന്നു എന്റെ ലക്ഷ്യം. ഇത് കണ്ട ചേച്ചി സാബിറാനെ പിറകിലൂടെ ചെന്ന് ചേർന്ന് നിന്ന് പലതും പറഞ്ഞ് മനസ്സ് മാറ്റാൻ തുടങ്ങി. പതിയെ പതിയെ സാബിറ ഞങ്ങളുടെ വഴിക്ക് വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഇത്ത നിങ്ങളെപ്പോലെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളാണ് മരുമോളും. അവനെ നമ്മൾ കൂടെ നിർത്തണം. ഇര അത് വേണോ? എന്റെ മോന്റെ പെണ്ണ അവരുടെ ജീവിതം തകരും. ഇല്ലിത്ത, നിങ്ങളെ മകൻ അവന്റെ ഉപ്പാനെ തള്ളിപ്പറഞ്ഞ് എന്നെയും നിങ്ങളെയും കൂടെ നിർത്തും. നോക്കിക്കോ. നടക്കാത്ത കാര്യം പറഞ്ഞ് മനുഷ്യനെ കൊതിപ്പിക്കില്ലേ മനോജെ? ഇത്ത നടക്കും. അതിനുള്ള വഴി എനിക്കറിയാം. ഇത്ത കൂടെ തിന്നാ മതി. എന്റെ മോന് നിന്നെ അംഗീകരിച്ച് അവന്റെ ഉപ്പാനെ വിട്ട് നമ്മുടെ കൂടെ നിൽക്കുമെങ്കിൽ ഞാൻ എന്റെ കൂടെ എന്തിനും ഉണ്ടാക്കും. ഒരു ദിവസം സാബിറ എന്റെ അടുത്ത് വന്നു. അല്പം മയപ്പെട്ടാണ് സംസാരിച്ചത്. പെണ്ണെന്റെ വഴിക്ക് വന്നു തുടങ്ങി എന്നെനിക്ക് മനസ്സിലായി. അതൊക്കെ ഇത്രയും മരുമോളും ഒരുമിച്ച് എന്റെ പ്രാധാന്യം അറിഞ്ഞു തുടങ്ങി. ചേച്ചി വീട്ടിൽ പോയി വരുമ്പോ അവരുടെ കൊണ്ടുപോയ പണത്തെല്ലാം ബോഡി ഫിറ്റാക്കി മോഡേൺ രൂപത്തിലാക്കി ഒപ്പം നല്ല മോഡേൺ ഡ്രസ് വാങ്ങി വീട്ടിൽ വന്നു. എന്റെ താമസം താജുവിന്റെ വീട്ടിലായി. ഞാൻ ഇടയ്ക്കൊന്ന് വീട്ടിൽ പോയി വരുമെന്നല്ലാതെ എപ്പോഴും അവരുടെ കൂടെ തന്നെയായി. ഇത്രയും മരുമോള് പൂർണ്ണമായി എന്റെ വഴിക്കായി. ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി. ആവശ്യത്തിലേറെ ക്യാഷ് എന്റെ കൈകളിലേക്ക് വന്നു. ഷെരീഫിക്കയും താജുവും അയക്കുന്ന ക്യാഷ് എല്ലാം എന്റെ പേരിലാക്കി. വീടിന്റെ എല്ലാ കാര്യങ്ങളും എന്റെ നിയന്ത്രണത്തിലായി. വീട്ടിൽ പോകുമ്പോൾ എന്റെ മാറ്റവും കയ്യിൽ കാണുന്ന ക്യാഷും നമ്മുടെ അമ്മയ്ക്ക് സംശയം തോന്നി. അത് ചോദിച്ച അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഇത്തയെ കല്യാണം കഴിക്കാൻ പോകാം, അമ്മ സമ്മതിക്കണം. എടാ, പ്രായമായ പെണ്ണല്ലേ, അവരെ കണ്ടാത് തോന്നില്ല അമ്മേ. പിന്നെ ഇപ്പോഴും നല്ല ആരോഗ്യമുണ്ട്, പിന്നെ സൗന്ദര്യം. ഇതുപോലൊരുത്തെ ഞാൻ കണ്ടിട്ടില്ല. ഇനിയുള്ള കാലം ജീവിക്കാനുള്ള സ്വത്തും പണവും ഉണ്ട് അവർക്ക്. പിന്നെന്താ? എന്റെ മോന് പ്രശ്നമില്ലെങ്കിൽ അമ്മയ്ക്ക് സമ്മതമാണ്. അങ്ങനെ കാത്തിരുന്ന ദിവസം വന്നെത്തി. അമ്മയും മഞ്ജു ചേച്ചിയും സാബിറയും മാത്രം കൂടിയ ചെറിയൊരു ചടങ്ങ്. കല്യാണ വേഷത്തിന് അണിഞ്ഞൊരുങ്ങിത്തയും ഒരു മോഡേൺ ചുവപ്പ് കളർ ചെറിയ സ്റ്റോൺ കൊണ്ടുള്ള വർക്ക് ചെയ്ത ഗൗണെടുത്ത് സാബിറയും ഷെരീഫിക്ക് കെട്ടിയ മാർ കിടന്ന കഴുത്തിൽ അതിന് പകരം ഞാൻ താടി ചാർത്തിക്കൊടുത്ത് കഴുത്തിലണിഞ്ഞ് ചടങ്ങുകൾ കഴിഞ്ഞ് അമ്മയുടെ ആഗ്രഹപ്രകാരം ഞാൻ ഇത്താനെ കോപ്പി എന്റെ വീട്ടിലേക്ക് പോന്നു. അമ്മ അരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റി പാലും പഴവും നൽകി. ആദ്യ രാത്രി എന്റെ വീട്ടിൽ കൂടി. ചേച്ചിയും സാബിറയും പോയി. വീട്ടിൽ ഞാനും ഇത്തയും അമ്മയും മാത്രമായി. രാത്രി റൂം റെഡിയാക്കി ഞാൻ റൂമിൽ കാത്തിരുന്നു. ഒടുവിൽ എന്റെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് എന്റെ വീട്ടിൽ എന്റെ ഭാര്യയായി ഞാൻ കൊതിച്ചു നടന്ന എന്റെ കൂട്ടുകാരൻ താജ്വിന്റെ ഉമ്മ സഫൂറ പാലുമായി വന്നു. എന്താ അമ്മ ഒരുപാട് സംസാരിച്ചോ? എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. അമ്മയ്ക്ക് എന്നെ ഒത്തിരി ഇഷ്ടമായെന്ന് പറഞ്ഞ് നീരെ പോയതറിഞ്ഞില്ല. പാൽ പരസ്പരം പങ്കിട്ട് കുടിച്ചു എത്താനെ പെറ്റിലിരുത്തി. നിന്റെ കെട്ടിയവും പിന്നെ വിളിച്ചിട്ടില്ലേ? അന്ന് വഴക്ക് കൂടി വെച്ചതാ. പിന്നെ ഞാൻ വിളിച്ചിട്ടില്ല. മൂപ്പര് വിളിച്ചിരുന്നു, ഞാൻ എടുത്തില്ല. ഇനി ഞാൻ നിന്റെ ഭാര്യ. മൂപ്പരെ കൊണ്ട് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടിച്ച് ബന്ധം ഒഴിവാക്കണം. എന്റെ പൊന്ന് സഫൂറ, എന്റെ ആഗ്രഹമാണ് നീ പറഞ്ഞത്. ഒക്കെ നമുക്ക് ചെയ്യണം. ഈ സൗന്ദര്യവും എല്ലാം ഇനി എന്റേതാ. താജുവിന്റെ ഉമ്മ ഇനി എന്റെ കൂട്ടുകാരിയ. ഇത്ത, മനോജേട്ട എന്ന് സ്നേഹത്തോടെ വിളിച്ചു.
അന്ന് എൻ്റെ വീട്ടിൽ, എൻ്റെ റൂമിൽ ഞങ്ങൾ ഔദ്യോഗികമായി ഞങ്ങൾ രാത്രി ആഘോഷിച്ചു. നേരം പുലർന്നു. രാവിലെ കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് വൈകുന്നേരം ഞാൻ ഇറ്റയെ കൂട്ടി എറണാകുളം പോയി. VIP വരുന്ന സലൂണിൽ കയറി ഇറ്റയെ ആദ്യം മുടി മാറ്റി മൂക്കൊത്തിയും പൊക്കൽ റിങ്ങും ഇട്ടും വളരെ മോഡേൺ ആക്കി മേക്കപ്പ് ചെയ്ത് സ്ലീവ്ലെസ് മോഡേൺ ബ്ലൗസും സാറ്റിൻ മെറ്റീരിയൽ ചെറിയ സ്റ്റോൺ വർക്കുള്ള മിറർ ടൈപ്പ് ഷേപ്പ് എടുത്ത് കാണിക്കുന്ന സാരിയും കൊടുത്ത് പുറത്തേക്ക് വന്ന് ഞാൻ ക്യാഷ് ഇത്താൻ്റെ ATM കാർഡ് കൊണ്ട് ക്യാഷ് എടുത്ത് അവർക്ക് കൊടുത്ത് അവരെ കൂട്ടി കാറി കയറി. മനോജ് ഇപ്പൊ എന്നെ കണ്ട ഇക്കാന്റെ കുടുംബക്കാർ പോലും തിരിച്ചറിയില്ല. ഇറ്റേതോ നായരിവനാണെന്ന് കരുതും അല്ലേ? നമുക്ക് പോകുന്ന വഴിക്ക് സിന്ദൂരം വാങ്ങിയിടാം. അപ്പൊ ഒട്ടും അറിയില്ല. കള്ളത്തെമ്മാടി എന്നെ ചീത്തയാക്കി. ഓ, എന്തൊക്കെയായിരുന്നു. മൂടി പൊതച്ചല്ലാതെ എന്റെ അടുത്തേക്ക് വരാത്ത ആ ഇപ്പൊ തലയിലൊന്നിടാതെ എന്റെ താലിയുമിട്ട് കൂടെ നടക്കുന്നത്. നീ എന്റെ ഭാര്യയാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മനോജ്, നീ എന്നെ പൂതി തീരുമോ കൈവിടുമോ? എന്റെ ഇറ്റാനെ കൈവിടാനോ? ഒരിക്കലുമില്ല. പൂതി തീരുകയുമില്ല. താജു 4 ദിവസം കഴിഞ്ഞാൽ വരും. പിന്നെ എന്താ ചെയ്യാൻ മനോജ്? എന്ത് ചെയ്യാൻ? കുറച്ച് ദിവസം കാണാതെ ഇരിക്കേണ്ടി വരും. ഞാനൊന്ന് മാറി നിൽക്കേണ്ടി വന്നേക്കും. മനോജ്, അമ്മനെയൊന്നും പറയല്ലേ. എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല. എന്നാ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യേണ്ടി വരും. എടാ, അത് ഞാൻ എങ്ങനെ? അവൻ അതിന് ശരിയായില്ലെങ്കിൽ പിന്നെ എല്ലാം അവൻ്റെ ഉപ്പ അറിയും. പിന്നെ നമ്മുടെ പ്ലാൻ എല്ലാം തകരും. അതൊന്നും ആകില്ല. അവനെ സെറ്റാക്കാൻ സാബിറ വിചാരിച്ചാൽ മതി. ഇന്ന് രാത്രി ഞാൻ സാബിറാനെ ഒറ്റയ്ക്കൊന്ന് കാണട്ടെ. അവസാനം നീ എന്നെ ഒഴിവാക്കി അവളെ മതിയെന്ന് പറയൂ? എൻ്റെ ഇത്ത ഒരിക്കലുമില്ല. അവൾ ഇളം പൂവാണ്. എന്നാലും എനിക്കിഷ്ടം ഈ പൂവാണ്. പെണ്ണുങ്ങളെ വളയ്ക്കാൻ നല്ലോണം അറിയാം കള്ളന്. സിന്ദൂരം വാങ്ങി അതുമിട്ട് ഇത്രയും കൊണ്ട് താജുവിന്റെ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ ഇത്താനെ കണ്ട് സാബിറ ഞെട്ടി. അമ്മായിയമ്മയുടെ കോലം കണ്ട് അവൾ കണ്ണ് തള്ളി നോക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താ സാബിറ, നീ ഇത്താനെ കണ്ടിട്ടില്ലേ? ഇങ്ങനെ നോക്കുന്നു. സാബിറ, എടാ, എന്നാലും നീ ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ മാറ്റിയെടുത്തു വയ്ക്കാനുമ്മാനെ. സമയം കടന്നുപോയി. അന്ന് രാത്രി ഞാൻ താജുവിന്റെ റൂമിൽ ചെന്നു. സാബിറ, ഇതെന്താ ഇവിടെ? ഭാര്യന്റെ അടുത്തേക്ക് പോകുന്നില്ലേ? ഞാനത് അങ്ങോട്ട് വരാഞ്ഞത്. ഞാൻ പറഞ്ഞു, ഇന്നെനിക്ക് നിന്റെ കൂടെ ഇവിടെ കിടന്നുറങ്ങാനൊരു പൂതി. അതും താജുവിന്റെ ബെഡ്റൂമിൽ അവന്റെ ബെഡിൽ. എന്താ പറ്റില്ലേ? എടാ, അതിക്ക വിളിക്കാൻ സമയമായി. അത് കഴിഞ്ഞിട്ട് വാ. അത് പറ്റില്ല. കിടക്കുന്നെങ്കിൽ ഇപ്പൊ വേണം. നീക്കാനെ വിളിച്ചോ സംസാരിച്ചോ, എനിക്ക് പ്രശ്നമില്ല. എടാ, വീഡിയോ കോളാണ്. സംശയം തോന്നിയ പ്രശ്നമാണ്. എന്നാ ഞാൻ പോയേക്കാം. പിന്നെ എന്നെ വിളിക്കരുത്. എടാ, എന്നെ ഇങ്ങനൊക്കെ ആക്കിയിട്ട് പരീക്ഷിക്കുന്നു. വാ ചെക്ക. ഇക്ക വിളിക്കുമ്പോ ഒച്ച വയ്ക്കരുത്. പറഞ്ഞേക്കാം. ഈ സ്റ്റോറിയുടെ ബാക്കി ഒരു പോർഷൻ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇടുന്നുണ്ട്. അപ്പം ആ ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റിൽ പിൻ ചെയ്തേക്കാം. അതെല്ലാവരും കേൾക്കണം.